അപ്പോൾ അങ്ങനെ സുധാകർ മംഗളോദയത്തിൻ്റെ ഒരു കനകച്ചിലങ്ക എന്നായിരുന്നു ആ നോവലിൻ്റെ പേര്. അതിൽ ഹീറോ ക്യാരക്ടർ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അതിൽ ഞാനായിരുന്നു. ആ ക്യാരക്ടറിൻ്റെ പേരാ മനു എന്ന്. പക്ഷെ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ക്യാരക്ടറാണ്. ഒരു സൈക്കിക് ക്യാരക്ടറാണ്. ഭാര്യയോടുള്ള അല്ല കാമുകിയോടുള്ള സ്നേഹം മൂത്തിട്ട് ഇയാൾക്കൊരു ആക്സിഡൻറ്റിൽ ഈ പുരുഷത്വം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ പെൺകുട്ടി ഉപേക്ഷിച്ച് പോകുമെന്ന് പേടിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവളെ കൊന്നു കളഞ്ഞിട്ട് ഈ മുടിയൊക്കെ മുറിച്ച് പൂജാമുറിയിൽ മറ്റേ ഇവരുടെ ഡ്രസ്സൊക്കെ പൂജാമുറിയിൽ വയ്ക്കുക, മുടി മുറിച്ച് കട്ടിലിൽ ഇതൊക്കെ ചെയ്തു. അന്ന് എൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് മഞ്ജു സതീഷ്. അതെ, അന്ന് അവൾക്ക് വളരെ കൊച്ചതാണ്. അങ്ങനെ അപ്പോൾ ആ ക്യാരക്ടർ ഞാൻ വെളിയിൽ ഒക്കെ ഇറങ്ങുമ്പോൾ അപ്പം ഞാനന്നൊരു ഈ കൗതുകത്തിന് വെളിയിൽ പോകുമ്പോൾ അതിലിട്ട ഡ്രസ്സ് കുർത്തയും പൈജാമയായിരുന്നു അന്ന്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആ ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഈ ഓണാഘോഷത്തിനൊക്കെ അതേ ഡ്രസ്സിൽ പുറത്തല്ല, ഐ മീൻ ഓണാഘോഷത്തിനൊക്കെ കനകക്കുന്നിലൊക്കെ പോകും. അപ്പോൾ ആൾക്കാർ മനു എന്ന് വിളിച്ച് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. കാരണം ഇത് അഡിക്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പം ഈ സീരിയലിൽ കാണുന്ന ഇത് കണ്ടിട്ട് പേര് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കാനായിട്ട് സിനിമയിൽ ഇതായപ്പോൾ അച്ഛനും തിക്കുറിശുമാവനും ഭയങ്കര ബന്ധമായിരുന്നു, ആത്മബന്ധമായിരുന്നു. തിക്കുറിശുമാവനെ കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഞാനൊരു സജഷൻ ചോദിച്ചു. ആൾക്കാരിങ്ങനെ മനു എന്ന് വിളിക്കുന്നു. നല്ല പേരല്ലേ, മനുവർമ്മ. അപ്പം ഞാനിങ്ങനെ ഇപ്പോഴും തമാശയ്ക്ക് പറയും തിക്കുറിശുമാവൻ പേരിട്ടവരൊക്കെ രക്ഷപ്പെട്ടു. മോളിയിരുന്ന് മാനു ഇപ്പോഴും പറയുന്നുണ്ടാവും ഒരുത്തം മാത്രമേ മനുവർമ്മയായത്. പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലും എല്ലാം എന്നോട് ചോദിക്കാതെ തന്നെ ഒരു മനുവർമ്മയാക്കി. പിന്നെ ഗസറ്റിൽ ഉണ്ട്. അമ്മയൊക്കെ പ്രദീപനെ വിളിക്കും. അമ്മ മാത്രമല്ല ബിജുവും വിളിക്കുമ്പോൾ എന്നെ പ്രദീപ് എന്നേ വിളിക്കുള്ളൂ. തറവാട്ടിൽ ചെന്നാലും എല്ലാവരും പ്രദീപ് ചേട്ടാ എന്നേ വിളിക്കാറുള്ളൂ. അതെ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചേട്ടന്റെ മോനൊക്കെ ആണെങ്കിലും പണ്ട് ചേട്ടനെക്കാളും കൂടുതൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വേണമെങ്കിലൊക്കെ ചെന്ന് സോപ്പിടുന്നത് പ്രകാശ് വർമ്മയാണ്, അനിയനെയാണ് എന്നൊക്കെയുള്ള സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് അങ്ങനെയാണോ, സത്യമാണോ അത്? പ്രകാശ് വർമ്മയുടെ പ്രകാശ് വർമ്മേനെ ഇങ്ങനെ സോപ്പിടാറുണ്ടെന്നൊക്കെ. അവൻ ബാംഗ്ലൂരല്ലേ, പ്രകാശ് ബാംഗ്ലൂർ സെറ്റിലായിട്ട് കുറെ നാളായല്ലോ. അപ്പോൾ ഒന്നാമത് ഫുൾ ഫോറിൻ ടൂറും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാതെ മോനൊക്കെ അവിടെ ചെന്ന് ആവശ്യപ്പെടും എന്തെങ്കിലും സാധനം വേണമെങ്കിൽ. അതൊക്കെ അതങ്ങ് ഇതാവും. ഞാൻ ഈ ക്യാരക്ടറിൻ്റെ ബേസിൽ മാത്രം ഒരു സീരിയലിലും ഒരു സിനിമയിലും അഭിനയിക്കാതെ, അതാണ് പറഞ്ഞത് നേരത്തെ, ഒരു സീരിയലിലും ഒരു സിനിമയിലും അഭിനയിക്കാതെ ഞാൻ 3 കോളേജിൻ്റെ ആർട്സ് ക്ലബിന് റേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മറ്റേ നോവലിലെ ക്യാരക്ടറിൻ്റെ പേരിൽ മാത്രമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നീലഗിരി ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ ട്രെയിനിൽ ഞാൻ അന്ന് തിരിച്ച് അങ്ങോട്ട് ഫ്ലൈറ്റിൽ പോയി. ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന ആ പടത്തിനാണ്. അങ്ങോട്ട് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ 5-6 പേരുണ്ട്. എന്നുവെച്ചാൽ ഞാനും ശിവജി ചേട്ടനും മാത്രമേ ഉള്ളൂ ഈ പടത്തിൽ നിന്ന്, നീലഗിരിയിൽ നിന്ന്. ബാക്കി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് അവിടെ നിൽപ്പുണ്ട്. മനോജ് കെ ജയൻ, വിജയരാഘവൻ, ഇവരെല്ലാവരും നിൽപ്പുണ്ട്. ആർക്കും ടിക്കറ്റ് ഇല്ല, ഓക്കെ അല്ല. പിന്നെ എല്ലാവരും കൂടെ ഒരു കൂപ്പയിൽ, അന്ന് AC ഇതായിട്ടില്ല, ഫസ്റ്റ് ക്ലാസ് കൂപ്പയാണ്. അങ്ങനെ ഒരു കൂപ്പയിൽ ഇരുന്നൊക്കെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ തൊട്ടടുത്ത് ഒരു കോളേജിലെ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അന്നും അവരുടെ മനസ്സിൽ ആ ക്യാരക്ടറാണ്. അന്ന് ഞങ്ങളുടെ സെയിം ഏജ് ആയിരിക്കുമല്ലോ അന്നത്തെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവരും എന്നെയാണ് ആദ്യം ഈ മറ്റേ എന്താ പറയുക ആരാധനയോടെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ അത്രയും ആർട്ടിസ്റ്റുകളുണ്ടായിട്ടും അത് ഓൺലി ബിക്കോസ് ഓഫ് ആ ക്യാരക്ടറാണ്. അല്ലാതെ നീലഗിരിയിലെ ക്യാരക്ടറൊന്നും അന്ന് നീലഗിരി ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. മനസ്സിലായി. പിന്നെ സീരിയൽസ്, ഈ ദൂരദർശൻ സീരിയൽസിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽസൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. ഫോട്ടോസും പേരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവും. അതുകൊണ്ടാണ് നമ്മുടെ പേരൊക്കെ രജിസ്റ്റർ ആയത്. ആൾക്കാരുടെ ഇടയിൽ മനസ്സിൽ പേരൊക്കെ രജിസ്റ്റർ ആയത് അങ്ങനെയാണ്. അന്നത്തെ ആൾക്കാർ, ഇപ്പം ഞാൻ, മുകുന്ദൻ, കുമരകം, ഇവരുടെയൊക്കെ പേര് രജിസ്റ്റർ ആയത് അന്നത്തെ ഒരു സീരിയലിൻ്റെ ബീന സെക്കൻഡ് വർക്കാൻ പറ്റും എൻ്റെ പേരായിട്ട് അഭിനയിക്കുന്നത് പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞ സീരിയലിൽ. അതെ, നിങ്ങളുടെ ഒരു സീരിയലിന് തന്നെ ഭയങ്കര ഒരു ഇപ്പോഴത്തെ സീരിയൽ പോലെ അല്ലല്ലോ, കുറെ കൂടെ കഥകൾക്ക് പ്രാധാന്യം. പറഞ്ഞു അന്ന് സിനിമ പോലെ തന്നെയായിരുന്നു. സ്റ്റോറി ഡിസ്കഷനും സ്ക്രിപ്റ്റ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു സീരിയലിൽ നമ്മളെ വിളിക്കുന്നു, മനുഷ്യട്ടാ ഇന്ന സീരിയലിൽ നായികയുടെ അച്ഛനാണ് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ്
ഞാൻ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വെക്കാറേ ഇല്ല. കാരണം എന്താ അറിയോ, ഇത് എപ്പോഴാണ് ട്രാക്ക് മാറുന്നത്, എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഓവറായിട്ടൊന്നും 10-15 ദിവസം വർക്ക് ചെയ്തിരുന്ന സീരിയലിൽ ചിലപ്പോൾ പെട്ടെന്ന് ബ്രോ എന്ന് പറഞ്ഞിട്ട് 5 ദിവസമാവും, പിന്നെ 2 ദിവസമാവും. ഈ ക്യാരക്ടറിന്റെ ട്രാക്ക് അങ്ങ് മാറി 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 പോകും മെഗാ സീരിയൽ. അതുകൊണ്ട് അങ്ങനെ ഓവറായിട്ട് ഒരു സന്തോഷം എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടി, ഒരു മെഗാ സീരിയൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എക്സെപ്റ്റ് ഹീറോ ഹീറോയിൻ. അതെ, ഇന്നത്തെ അവസ്ഥയിൽ അതാണ്. അല്ലെങ്കിൽ വില്ലത്തി, അല്ലെങ്കിൽ വില്ലൻ, അങ്ങനെയുള്ളൊരു സംഭവം. വില്ലൻ ഇല്ലല്ലോ ഈ സീരിയൽസിനെ സംബന്ധിച്ച്. വില്ലൻ ഇല്ല, വില്ലത്തിയും ആരേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ സീരിയലിന്റെ ഒരു അവസ്ഥ. ഇപ്പൊ നമ്മള് എന്താ പ്രകാശ് വർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഈ പ്രകാശ് വർമ്മ എന്നൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് തുടരും. അല്ല, പ്രകാശിനെ സംബന്ധിച്ച് എനിക്കറിഞ്ഞൂടാ അവൻ ഇതുവരെ ആക്ടിങ്ങിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇല്ല, എനിക്കില്ല. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതോ ഇന്റർവ്യൂല്. പക്ഷെ അസിസ്റ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ശരിക്കും ലാലേട്ടന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു ജോർജ് സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ഞെട്ടിയോ അഭിനയിക്കുമോ എന്നുള്ള കാര്യം? അതെ, അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ക്യാരക്ടർ. അതോ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. എന്നെയാണ് ഓരോരുത്തർ വിളിക്കുന്നത്. പ്രകാശിന്റെ നമ്പർ പലർക്കും ഇല്ലാത്തതുകൊണ്ട് ഈ എന്നോട് പല പോലീസുകാരും, പോലീസ് ഓഫീസേഴ്സ്, എൻ്റെ സുഹൃത്തുക്കൾ, DCPമാരും SP-മാരും ഒക്കെ വിളിച്ചിട്ട് അടിപൊളിയായിരിക്കുന്നു, അനിയൻ അടിപൊളിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട്. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് അൺഎക്സ്പെക്റ്റഡാ. ഈ ആക്ടിങ് എന്നുള്ള ലെവലിൽ പ്രകാശ് ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പ്രകാശിനോട് ചോദിച്ചപ്പോഴും ഇത് വളരെ യാദൃശ്ചികമായിട്ട് വന്നൊരു ക്യാരക്ടറാണ്. അത് അവരുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഇടയിൽ വന്നൊരു തിരിഞ്ഞൊരു സംഭവമാണ്. വളരെ സഡനായിട്ടാണ് ഇത് തീരുമാനിക്കുന്നതും തുടങ്ങുന്നതും ഒക്കെ. കഥ മുഴുവൻ പ്രകാശിന് അറിയായിരുന്നു. കാരണം ഇവരൊക്കെ ഡിസ്കഷനിൽ പങ്കെടുക്കുകയായിരുന്നു. മധുപാലിന് പറ്റിയ പോലെയാണ്. കാശ്മീരത്തിൽ മധുപാൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പോൾ ഈ മധു ചെയ്ത ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇവർ അന്വേഷിക്കുകയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ യാദൃശ്ചികമായിട്ട് ആ ക്യാരക്ടർ മധുവിന് വന്നു ചേർന്നു. മധു ചെയ്ത ക്യാരക്ടറിന് ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതെ, പക്ഷെ ഇപ്പോൾ പ്രകാശ് ഇപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ പടത്തിലെ ഹീറോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പുറത്ത് പറഞ്ഞിട്ടില്ല, എനിക്ക് അറിഞ്ഞു കേട്ടാ. പ്രകാശ് ഡയറക്റ്റ് ചെയ്യാൻ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു, വളരെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ. അതാണ് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ. ഈ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ അടുത്ത് പോയിട്ടുണ്ട്. 2-3 പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുമുണ്ട്. എൻ്റെ അളിയൻ്റെ കൂടെ പോലും വർക്ക് ചെയ്തിട്ടുണ്ട്, മാന്ത്രിക കുതിര എന്ന് പറഞ്ഞ. പക്ഷേ എന്താ പറയുക, അവനൊരു സാമ്രാജ്യം സ്വന്തമായിട്ടുണ്ടാക്കിയ ആളാണ്. ചേട്ടനാണെങ്കിലും ഇപ്പൊ ബ്രദറിനെ കുറിച്ചൊക്കെ എനിക്ക് ബിസിനസ് ഒന്നും ഇതുപോലെ നടക്കൂല. കാരണം എന്താ പറയുക, ഈ ഓർഗനൈസിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറയും, ഞാനൊരു ഹോട്ടൽ തുടങ്ങിയ 3-ാം ദിവസം പൂട്ടിക്കിട്ടുണ്ട്. കാരണം വരുന്നവർക്ക് മുഴുവൻ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. ആരും പൈസ എന്താ. അപ്പോൾ അങ്ങനെ ഒരു മെന്റാലിറ്റിയാ. ബിസിനസ് പറ്റൂല, ഒരിക്കലും പറ്റില്ല.